സിയറെ, ശബരിമലയിൽ നിന്ന് പുതിയ വാർത്ത വരുന്നു. സ്ഥിരമായി അവിടെ കൊള്ള നടക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. അതിൽ ആരെല്ലാം വരും എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ ED കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ED നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അന്വേഷണം പോവുകയാണ് ചെയ്തത്. എന്തായാലും ഏതന്വേഷണം ആയിക്കഴിഞ്ഞാലും അത് ജയറാമിൽ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് സർവ്വ മേഖലകളിലേക്കും വ്യാപിക്കുന്നതാണ്. സിനിമാ ലോകം മാത്രമല്ല, രാഷ്ട്രീയ ലോകം സമ്പൂർണ്ണമായിട്ടും അതിൻ്റെ അഴിമതിയുടെ കേന്ദ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. എന്താണ് ഇതിൻ്റെ ഈ പുതിയ ഡെവലപ്മെൻറ്റ്സ് സൂചിപ്പിക്കുന്നത്? അല്ല, ശബരിമല കൊള്ളക്കേസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലാത്ത ആളാണ്. SIT ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ്. SITക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല, അത് അവിടെ പരിശോധിക്കുക, ഇവിടെ പരിശോധിക്കുക, VRCയിൽ പോവുക, VSSയിൽ പോവുക, ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. തൊണ്ടി മുതൽ എന്ന് പറഞ്ഞ് കിട്ടില്ല. എത്ര പോയി എന്നറിയില്ല. പഴയതാണോ കൊണ്ടുവച്ചതെന്നറിയില്ല. ഇപ്പൊ അതാണ് പ്രശ്നം. VSSC പറഞ്ഞ് പഴയത് തിരിച്ചു കൊണ്ടുവച്ചു. അപ്പോൾ പ്രശ്നങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് SIT അന്വേഷണത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല. അപ്പോഴാണ് ED എന്ന കഥാപാത്രം വരുന്നത്. EDയെ കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം ED അന്വേഷിച്ച കേസുകളിൽ 2% കൺവിക്ഷൻ റേറ്റ് ഇതുവരെ EDയുടെ ചരിത്രത്തിൽ. വലിയ ബഹളമായിട്ട് ഇങ്ങനെ വരും, ഇലക്ഷൻ കാലത്തൊക്കെ ഇങ്ങനെ വരും, കുറെ കഴിഞ്ഞാൽ പോകും. നമുക്ക് കേരളത്തിൽ തന്നെ ED അന്വേഷിച്ച എത്ര കേസുകൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എല്ലാത്തിനും 2% കമ്മീഷനാണ്. കമ്മീഷൻ എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ കിടക്കുന്നത്. പക്ഷെ പ്രശ്നം അതല്ല. ജയറാമിൻ്റെ വീട്ടിൽ പോയി എന്നുള്ളതിൽ എനിക്ക് വലിയ അത്ഭുതമില്ല. കാരണം ഈ രാജ്യത്തെ ഏറ്റവും നല്ല വിൽപ്പന ആത്മീയതയാണ്. ആത്മീയതയുടെ വ്യാപാരികളാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും. ഈ ആത്മീയത വിറ്റിട്ടാണ് ലാഭം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ബ്രാഹ്മണ്യം ആത്മീയത വിൽക്കാനുള്ള ഏറ്റവും നല്ല ചരക്കുമാണ്. ഒരു സ്പൂണിൽ കഴുത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മീയത സുഖമായിട്ട് വിൽക്കാം. കാരണം നിങ്ങളെ ആരും ചോദിക്കില്ല. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്നുള്ളത് മനുസ്മൃതി പറഞ്ഞത് അങ്ങനെ തന്നെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ദൈവമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ പല സുഹൃത്തുക്കളും ശബരിമല മേൽശാന്തിമാരും ഒക്കെ ആയിരുന്നുള്ളവരാണ്. ഒരിക്കൽ നിങ്ങൾ ശബരിമല മേൽശാന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉപശാന്തികളോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന വലിയൊരു സ്വീകാര്യത. ശബരിമല ഗുരുവായൂർ അവിടുത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആന്ധ്രയിൽ ചെന്നാലും തമിഴ്നാട്ടിൽ ചെന്നാലും കർണാടകയിൽ ചെന്നാലും ഒക്കെ ചെന്നാൽ നിങ്ങൾക്ക് വലിയ സ്വീകരണം. എനിക്ക് ഹൈദരാബാദിൽ അറിയാം. ഹൈദരാബാദിൽ ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്യുമ്പോൾ ശബരിമല മേൽശാന്തി വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പഴയ മേൽശാന്തി വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ വലിയ സ്വീകരണവും കൊട്ടും പാട്ടും മേളമൊക്കെയാണ്. അപ്പോൾ ഈ ശബരിമല ഏറ്റവും നല്ല ആത്മീയ വിൽപ്പനയുടെ ഒരു ഉൽപ്പന്നമാണ്. ഏറ്റവും നല്ല പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് മല്ലയ്യ 38 കിലോ സ്വർണം കൊടുത്തു എന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല എത്ര കൊടുത്തു എന്ന്. അപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ആളുകൾ അങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ്. അത് ഇവിടെ മാത്രമല്ല. ഇപ്പോൾ നമുക്കറിയാം തിരുപ്പതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കെട്ടുകൾ, സ്വർണ്ണ ബാറുകൾ ഒക്കെ കൊണ്ടുപോയി അവിടെ ഇടുന്നുണ്ട്, ശബരിമല ഇടുന്നുണ്ട്. അപ്പോൾ അതൊരു വിശ്വാസമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയും രാഷ്ട്രീയവും രണ്ടും അനിശ്ചിതത്വത്തിൻ്റെ ഫീൽഡാണ്. കാരണം ദൈവകൃപ ഉണ്ടെങ്കിൽ രക്ഷപ്പെടൂ എന്നുള്ള ഒരു തോന്നൽ ഇതിലുണ്ട്. കാരണം ഭാഗ്യം വേണമെന്നുണ്ട്. സിനിമക്കാരെല്ലാം ഞാൻ നോക്കിയിട്ടുള്ള 99% സിനിമക്കാരും ഏതെങ്കിലും ഒരു തരത്തിൽ അന്ധവിശ്വാസികളാണ്. അത് ആൾ ദൈവങ്ങളുടെ പിന്നാലെയാവാം, സാക്ഷാൽ ദൈവം. ഇപ്പം ജയറാമിന് എനിക്കറിയാം, എല്ലാ വർഷവും 1-ലേറെ പ്രാവശ്യം ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. ഞാൻ അദ്ദേഹം പോകുമ്പോൾ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം പോകുന്നത്. കാരണം എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അദ്ദേഹം പോയി. അപ്പോൾ ആ സുഹൃത്ത് കിട്ടുന്നവരൊക്കെ എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ അല്ല നിങ്ങൾ വാ, കാരണം എൻ്റെ ജയറാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി കുറെ കൊല്ലം മുമ്പാണ്. എനിക്കൊരു കൗതുകമുണ്ട്. ഇയാളൊരു കടുത്ത ഭക്തനാണ്, എനിക്കറിയാം. ഭക്തനാണെന്ന് നമ്മളെ പ്രത്യക്ഷത്തിൽ ഞാൻ ഉള്ളിലെന്താണെന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ നിന്ന് ഒരാൾ വരിക, ശബരിമലയിൽ നിന്ന് ഒരു ബിംബം വരിക, ശബരിമലയിൽ നിന്ന് അവിടുത്തെ ഒരു കഷ്ണം സാധനം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നന്നായി ഉപയോഗിച്ചു. അയാളെ കച്ചവടമായിരുന്നു. അയാൾ അതിൻ്റെ വ്യാപാരിയാണ്. അയാളുടെ വ്യാപാരത്തിൻ്റെ പലർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അയാളതിൻ്റെ വ്യാപാരിയാണ്. അപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവച്ചു. ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു, ഇത് പൂജിച്ചു. അപ്പോൾ ജയറാമിന് സന്തോഷമായി. ജയറാമിനും പാർവതിക്കും കാളിദാസനും ഒക്കെ സന്തോഷമായി. കാരണം ഇത് ഭഗവാൻ നേരിട്ട് വന്നേക്കുക, അത് വെറുതെ കളിയല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, നല്ലൊരു ഭക്തനാണെങ്കിൽ തന്നെ ഈ ശബരിമലയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് അയ്യപ്പൻ വരും എന്ന് കരുതുന്നുണ്ട് അദ്ദേഹം? അല്ല, അത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. വിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ചോദ്യം ചെയ്യാം. നമ്മൾ ഈ ഞാനും പിയേഴ്സനും പറയുന്ന യുക്തി ഒന്നോട് ബാധകമല്ല. അത് ബാധകമേ അല്ല. ഞാൻ എവിടെ ഇരുന്നാലും ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന, അതാണ് ഭക്തിയുടെ ഒരു പ്രത്യേകത. ഇപ്പം ഞാൻ ശബരിമല വേണമെന്നില്ല. അപ്പോൾ ഈ ആചാരങ്ങളും ഈ ഇത്തരം ബ്രാഹ്മണ്യങ്ങളും ഈ ഇത്തരം സിമ്പിളുകളും ഈ ഭക്തിയിൽ പ്രധാനമാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. തന്ത്രി അറസ്റ്റ് ചെയ്തതിൽ അതിശക്തമായി എതിർക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. തന്ത്രി അങ്ങനെ ചെയ്യില്ല. തന്ത്രി ബ്രാഹ്മണനാണ്. തന്ത്രി അങ്ങനെ ചെയ്യോ? തന്ത്രി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്കറിയില്ല. അതിനിടയ്ക്ക് ഒരിക്കൽ തന്ത്രിയെ മാപ്പുസാക്ഷിയാക്കാൻ പോകണമെന്ന് വരെ
വാർത്ത വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് മോഷ്ടിച്ചു കൊണ്ടെന്നാണോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടെന്നാണോ എന്നൊന്നുമല്ല. അയാൾ ശബരിമല, ഇനി വേറെ കാര്യം, ജയറാം ശബരിമല ചെല്ലുമ്പോൾ അവിടുത്തെ സർവാധികാരിക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇയാൾ വിളിച്ചുകൊണ്ട് പോകണു, അവിടെ കൊണ്ടുപോയിരുന്നു, മേൽശാന്തി നേരിട്ട് കാണിക്കുന്നു, തന്ത്രിയെ കാണിക്കുന്നു. ഇതൊക്കെ കാശാണ്. മേൽശാന്തിയെ കാണിച്ചു, തന്ത്രിയെ കാണിച്ചു കഴിഞ്ഞാൽ മേൽശാന്തിക്ക് ഒരു 10,000 രൂപ കൊടുക്കും, തന്ത്രിക്ക് ഒരു 10,000 രൂപ കൊടുക്കും. ഈ ഒരു സിനിമാ നടന് 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പൊ ഇയാളെ ഈ ജയറാമിനെ സംബന്ധിച്ചിടത്തോളം എന്താ, ശബരിമലയിലെ റെപ്രസെന്റേറ്റീവ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാൾ കൊണ്ടുവരുന്ന സാധനം ശബരിമലയിൽ തന്നെയാണ്. ഞാൻ അതിൽ കാണുന്നത് ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ കച്ചവടത്തിൽ, വ്യാപാരത്തിൽ ഒരു നല്ല ഉപഭോക്താവായി ജയറാം മാറി എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അതിന് ജയറാം ഈ സ്വർണ്ണക്കൊള്ളയുടെ പങ്ക് മേടിച്ചിട്ടുണ്ടാവും വഴിയില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഇത് പബ്ലിക്കായി വെക്കില്ല. ഞാൻ പറഞ്ഞത് അയാൾ ഭക്തി കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഭക്തി കൊണ്ട് ഒരാൾ പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കപ്പെടാം. ഇനിയിപ്പോൾ അയാളുമായിട്ടുള്ള ബന്ധം ED എങ്ങനെ അന്വേഷിക്കാൻ വേണമെന്ന് എനിക്കറിയില്ല. ജയറാമിന് ചിലപ്പോൾ മാപ്പുസാക്ഷിയോ അല്ലെങ്കിൽ സാക്ഷിയോ ഒക്കെ ആക്കാൻ വഴിയുണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ട് ജയറാം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. കാരണം ജയറാം ഇതിൽ നിന്ന് പൈസ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരു ഭക്തനാണെങ്കിൽ ഇങ്ങോട്ട് എടുക്കില്ല. ഭക്തി ഇല്ലാത്തവരിൽ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കുള്ള ഭക്തനാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ജയറാമിനെ ഇടി പിടിക്കുന്നതിന് കാര്യം ഞാൻ കാണുന്നത്, ജയറാമിനോട് ഇതിൻ്റെ മറ്റു ലിങ്കുകൾ EDക്ക് സാമ്പത്തികമായി, ED അതാണല്ലോ നോക്കണേ, സാമ്പത്തികമായി ഇവർ നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്ര കൊടുത്തിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെ കൊണ്ടുവരാൻ നിങ്ങൾ എത്ര കൊടുത്തിട്ടുണ്ട്, ഈ സാധനം കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടെ മാത്രമല്ല, ഇയാൾ ബാംഗ്ലൂർ അമ്പലത്തിൽ, മറ്റേ അമ്പലത്തിൽ, ഈ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് കൊണ്ടുപോയിട്ട് 1-2 മാസം കഴിഞ്ഞിട്ട് ഈ സാധനം തിരിച്ചു വരണേ, സ്വർണ്ണം പൂശാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിൽപ്പന സമ്പൂർണ്ണമായിട്ട് പുള്ളിയിട്ട് കൊണ്ടുവരുന്നത്. അത് തന്നെയാണ് കൊണ്ടുവന്നത് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ജയറാമിനെ അറസ്റ്റ് അല്ലെങ്കിൽ ED ചോദ്യം ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ ജയറാം എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ജയറാമിനോട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, ഒരു ഭക്തനാണ് അയാൾ. ആ അർത്ഥത്തിൽ അയാളെ ഞാൻ ആ അർത്ഥത്തിൽ അയാളെ എടുക്കണം. ഭക്തൻ അന്ധവിശ്വാസിയാണെങ്കിൽ പോലും ഒരു വിശ്വാസിയാണ്, എന്തിലെങ്കിലും വിശ്വാസം ഉണ്ടല്ലോ അയാൾക്ക്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് എടുക്കുക. പക്ഷേ ഈ ലിങ്ക് കിട്ടും. ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ലിങ്ക് ഇപ്പോൾ സിനിമയിൽ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ, ഇയാൾ ജയറാം അല്ലാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും സ്വർണ്ണ വ്യാപാരികളുമായിട്ട് ബന്ധമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ജയറാമിൽ നിന്ന് ചോദിക്കാനായിരിക്കും ED പിടിക്കുന്നത്. അല്ലെങ്കിൽ ജയറാം ഒരു പ്രതിയാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കാണുന്നില്ല ഈ കേസിൽ. അതാണ് എൻ്റെ ഒരു നിലപാട് ഇതിൽ. അല്ലേ, ശരിയായിരിക്കാം. നമ്മൾ പൊതുവെ ജയറാമിൻ്റെ നമ്മളുടെ ഒരു ഷെനാരയിൽ വരുന്ന ചിത്രം അദ്ദേഹം ഭക്തനാണെന്നുള്ളത് തന്നെയാണല്ലോ. ആ ഭക്തിക്കപ്പുറമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് പണമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ലോജിക്ക് അതിലേക്ക് ഉണ്ടാവില്ലെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. പക്ഷേ അവിടെ പല ആളുകളും വിളിച്ചിട്ടൊന്നുണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അതാരൊക്കെയാണ് അതിൽ ഈ പരിപാടികൾ നടത്തുന്നുണ്ടോ? മാത്രമല്ല ഈ ആന്റി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാവും, പലരും ഉണ്ടാവും. അവരെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ED കാണുന്നു എന്നാണ് പൊതുവെ നമുക്ക് തോന്നാവുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലിങ്ക് തന്നെയാണ്, ലിങ്കാണ് അന്വേഷിക്കുന്നത്. ED അന്വേഷിക്കാൻ ലിങ്ക് തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജയറാം വേറെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചിലപ്പോൾ സാധാരണ വർത്തമാനത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇന്ന മന്ത്രിയുടെ അടുത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന നേതാവിന്റെ അടുത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന പറഞ്ഞിട്ടുണ്ടാവേ. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുമല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ് എന്ന് വന്നതോടുകൂടി ജയറാമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അയാൾക്ക് അയ്യപ്പനോട് ഭക്തി ഉണ്ടാവാം. ഇപ്പോഴും ഈ കള്ളം മുഴുവൻ നടന്നിട്ട് ശബരിമല ഇത്തവണ കഴിഞ്ഞുകൊണ്ടേക്കുള്ള ആൾ കയറിയല്ലോ. അതങ്ങനെയാണ് ആളുകൾ കാണുന്നത്. ആളുകൾക്ക് ഇത് വേറെ പരിപാടിയാണ്. അയ്യപ്പനെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്ന് തന്നെയാണ് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അല്ല, അപ്പൊ എന്താ വെച്ചാൽ ഈ ജയറാമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അയ്യപ്പനെ പറ്റിച്ച ആളാണ്. അയ്യപ്പനെ പറ്റിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെയില്ല, അയാൾക്ക് കള്ളത്തില്ലെങ്കിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാം, ഏത് ഇന്ന ആളുകളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്, എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് EDക്ക് കിട്ടിയാൽ ഇതിൻ്റെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച ചില ഇക്വേഷൻസിലേക്ക് EDക്ക് എത്താൻ പറ്റും തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതായിരിക്കണം ED ജയറാം വഴിക്ക് ലക്ഷ്യമിടുന്നത്. അതായത് EDയെ സംബന്ധിച്ചിടത്തോളം ജയറാം ഒരു സോഴ്സാണ്. അതിലൂടെ പലരിലേക്കും എത്താം എന്നാണ് അവർ കണക്കാക്കുന്നതാണ് നമ്മൾ വിചാരിക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.